ആസ്തമാ രോഗിയായ കോണത്തുകുന്ന് സ്വദേശി സുരേഷ് കുമാർ സ്ഥിരമായി നെബുലൈസറിന്റെ സഹായത്തോടെയാണ് ശ്വാസോച്ഛ്വാസം നിലനിർത്തുന്നത്. ചികിത്സാ സഹായത്തിനു വേണ്ടിയാണ് ഇദ്ദേഹം ജനസമ്പർക്ക പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനെത്തുന്നത്. സുരേഷ് കുമാർ, കോണത്തുകുന്ന്, പുഞ്ചപ്പറമ്പ്. എനിക്ക് ശ്വാസം മുട്ടായിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഇത് ആസ്മയായിട്ടാണ് വന്നേക്കണം. ലെൻസ് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടുള്ളതാണെന്നാണ് പറയണത്. ഇതിപ്പോൾ 6-7 വർഷമായി തുടങ്ങിയിട്ട്. ഓക്സിജൻ വയ്ക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. രാത്രി മിക്കവാറും ബുദ്ധിമുട്ട് വരുമ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം. അല്ലാത്ത സമയത്ത് ഉപയോഗിക്കാണ്ടിരിക്കും. അനങ്ങിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എനിക്ക്. അനങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിയുമ്പോൾ ബുദ്ധിമുട്ട് വരും. അത് കാരണം എവിടെയും ഞാൻ പോകാറില്ല, എങ്ങോട്ടും ദൂര സ്ഥലങ്ങളിലേക്കൊന്നും പോകാറില്ല. ഇപ്പോൾ വയറും വീർത്തിരിക്കുകയാണ്. അത് കാരണം അങ്ങനെ എവിടേക്കും പോക്കൊന്നുമില്ല. 3-4 വർഷമായിട്ട് എവിടെയും പോക്കൊന്നുമില്ല. ഓക്സിജൻ സിലിണ്ടർ ഒരു വലിയ കുറ്റി വീട്ടിൽ കൊണ്ടുവരുന്നതിന് 600 ഉറുപ്പിയോളം വരും. അത് വലുത് കുറ്റി ശരിക്കും ഇപ്പോൾ എനിക്ക് കൂടുതൽ സമയമാണ്. അപ്പോൾ ഇപ്പോൾ 1.5 ദിവസമൊക്കെ വരാറുള്ളൂ. ഇപ്പോൾ 1.5 മാസമായിട്ട് അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ 1.5-2 ദിവസത്തേക്ക് 1.5-2 ദിവസത്തേക്കേ വരുള്ളൂ. 600 ഉറുപ്പിക വരും. ഇപ്പോൾ 1.5 മാസമായിട്ട് കൂടിയിട്ട് ഇപ്പോൾ അങ്ങനെയാണ് കഴിയണത്. അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയണം എന്നാണ് പറയുന്നത് ഡോക്ടർമാർ. അത് നിലനിർത്താനുള്ള കഴിവ് എനിക്കില്ല. എൻ്റെ ഇതിന് ഞാൻ പണ്ട് ഈ ഉത്സവ കച്ചവടത്തിനാണ് പോയിട്ടുണ്ടായിരുന്നു. ഈ ശ്വാസം മുട്ട് തുടങ്ങിയ പിന്നെ ഇപ്പോൾ ഒന്നും പോകണ്ടായി. എനിക്ക് ജീവിക്കാനായിട്ട് വേറെ ഒരു പാടില്ല. മോളാണെങ്കിൽ ഒരു കല്യാണപ്രായത്തിൽ മോളുണ്ട്. അപ്പോൾ അതും ഒക്കെ കൂടിയാണ് വന്നത്. എനിക്ക് ഇങ്ങനെ ചെലവ് ചെയ്യാനായിട്ട് സാമ്പത്തികം ബുദ്ധിമുട്ടുകൊണ്ട് വന്നതാണ്. കണ്ടു. അങ്ങനെ ആനുകൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കറണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. KPL കാർഡ് BPL ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാമ്പത്തിക സഹായം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എന്താ എഴുതാൻ പോയിട്ടുണ്ട് അറിയില്ല. കറണ്ട് ഫ്രീ ആക്കി തന്നിട്ടുണ്ട്.